കോഴിക്കോട് ബാലുശ്ശേരി പനായിൽ മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തി. ചാണറയിൽ അശോകനാണ് മരിച്ചത്. സംഭവത്തിൽ മകൻ സുധീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മകൻ ലഹരിക്കടിമയാണെന്നാണ് പോലീസ് പറയുന്നത്. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് ചെയ്യുന്നു. ഷഹദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നേരത്തെയും അമ്മയെ സമാനമായ രീതിയിൽ മറ്റൊരു മകന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നൊക്കെ വാർത്തകൾ വരുന്നു. എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശം? സുഹേൽ, അതായത് ഏകദേശം 8 മണിയോട് കൂടിയിട്ടാണ് ഈ കൊലപാതകം പുറം ലോകം അറിയുന്നത്. കാരണം ഈ വീട്ടിൽ വിളക്കൊന്നും കാണാതായ സമയത്ത്, സന്ധ്യാനേരത്ത് ലൈറ്റ് ഒന്നും കാണാതായ സമയത്ത് ആ പ്രദേശത്തുള്ള ആളുകൾ, അതായത് അയൽവാസികൾ ഇതെന്താണ് സംഭവം എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോവുകയായിരുന്നു. തുടർന്നാണ് ഈ മൃതദേഹം കട്ടിലിൽ നിന്ന് കണ്ടെത്തുന്നത്. ഈ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം ഈ മകനും അച്ഛനും തമ്മിൽ ചെറിയ രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇത്തരത്തിൽ വാക്കേറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സുധീഷ് അടക്കം എടുത്തു കൊണ്ടുപോയി വിറ്റിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. അശോകന്റെ ഭാര്യ ശോഭനയെ 13 വർഷം മുൻപാണ് ഇളയ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇപ്പോൾ അതായത് മകൻ അച്ഛനെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ 2 മക്കൾക്കും ചെറിയ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വെല്ലുവിളികൾ നേരിട്ട ആളുകളാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഈ പ്രദേശത്ത് നിന്നും അതുപോലെ തന്നെ പോലീസിൽ നിന്നുമൊക്കെ ലഭ്യമായിട്ടുള്ള വിവരം. എന്നാൽ ഇപ്പോൾ കൊലപാതകം നടത്തിയിട്ടുള്ള സുധീഷ് ലഹരിക്കടിമയാണ് എന്നുള്ളൊരു കാര്യം കൂടി നാട്ടുകാരൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ കൂടെ ആയപ്പോഴാണ് ഇന്ന് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചാണറയിൽ അശോകൻ എന്നാണ് ഈ മരിച്ചിട്ടുള്ള അച്ഛന്റെ പേര്. 60 വയസ്സാണ്. മകൻ സുധീഷ് 45 വയസ്സാണ്. രാത്രി ഏകദേശം 8 മണിയോട് കൂടിയിട്ടാണ് ഈ അയൽവാസികൾ ഈ വീട്ടിൽ വിളക്ക് കാണാതായപ്പോൾ പരിശോധന നടത്തുകയും തുടർന്ന് ഈ മൃതദേഹം കട്ടിലിൽ കിടക്കുന്നത് കണ്ടെത്തിയത്. ഷഹദ് റഹ്മാനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.